ഒരുപാട് ആൾക്കാർ കുവൈറ്റിൽ കെയർ ഗിവറിൻ്റെ ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ലീഗലല്ലാതെ, അതായത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർ, ഞാൻ അവരൊന്നും കുറ്റം പറയുന്നതല്ല, പക്ഷെ അവർക്കൊക്കെ ലീഗലായിട്ട് സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ കാണുന്നതൊക്കെ ഇത് ഇവിടുന്ന് പഠിച്ചിറക്കാൻ വേണ്ടി പോകുന്നുള്ള സ്റ്റുഡൻ്റ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഗുഡ് എക്സ്പീരിയൻസ്. ഏതാണ് കോഴ്സ് എടുത്തത്? നിങ്ങൾ ഏത് കോഴ്സാണ് എടുത്തത്? ജി എൻ. കോയിട്ട് എത്ര വർഷമായി? 3 years ആയി. അപ്പൊ ഇന്നിപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടി ഇറങ്ങാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും, നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഏത് കോഴ്സാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് കെയർ ഗിവിംഗ് ആൻഡ് GN ആണ്. GN. കോയിറ്റിൽ എത്ര വർഷമായി? കോയിറ്റിൽ 4 വർഷം. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? ക്ലാസ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി എത്ര മാസമായിരുന്നു കോഴ്സ് ഉണ്ടായിരുന്നു? ഞാൻ ക്രാഷ് കോഴ്സ് ആണ് ചെയ്തത്, 3 മാസത്തെ കോഴ്സ്. ജോലി സെറ്റ് ആയിട്ടാ? ജോലി സെറ്റായി വരുന്നു. സെറ്റായിട്ട് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ജോലി കിട്ടട്ടെ. മുമ്പ് എന്തായിരുന്നു ജോലി ചെയ്തിട്ട്? മുമ്പ് ഞാൻ അസിസ്റ്റന്റ് നഴ്സ് ആയിരുന്നു. അതെന്താ ചെയ്തോ? ഡ്രീംസിൽ ഏതാണ് കോഴ്സ് എടുത്തത്? കെയർ ഗിവർ. കോയിറ്റിൽ എത്ര വർഷമായി? 3 years. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഇന്നിപ്പോ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഇറങ്ങാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും, നല്ല ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ എത്ര ആൾക്കാർ ഇറങ്ങുന്നുണ്ട്? ഒരു 40+ ഉണ്ട്. 40+ ഒക്കെ ഈ ഒരു GN ആണ് അല്ലേ? അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഉറപ്പായും. അപ്പൊ എല്ലാ സ്റ്റുഡന്റ് ആണ്. അംജിത. ഇത് കോയിറ്റിൽ എത്ര വർഷമായി? 4 വർഷം. ഇപ്പൊ GN ഇത് കെയർ ഗിവറിന്റെ കോഴ്സ് എടുത്തത്? കെയർ ഗിവർ പ്ലസ് GN. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ? ഗുഡ് എക്സ്പീരിയൻസ്. ഗുഡ്. എന്താണ്? ഗ്രെയിൻ വർഗീസ്. കോയിറ്റിൽ 1 വർഷമാണ്. 4 വർഷം. ഈ ഡ്രീം സ്റ്റീൽ എങ്ങനെ ജോയിൻ ചെയ്തത്? ഫ്രണ്ട് വഴിയാ. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? സൂപ്പർ. സജിനി. നാട്ടിലെവിടെ? പത്തനംതിട്ട. ഈ ഡ്രീം സ്റ്റീൽ എങ്ങനെ ജോയിൻ ചെയ്തത്? ഞാൻ ഓൺലൈൻ വഴി കണ്ടിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറെ പേര് ചേർന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ്. സിസ്റ്റർ പേരെന്താ? സ്വാതി. ഡ്രീം സ്റ്റീൽ എങ്ങനെയാണ് ഇവിടെ ആര് കെയർ ഓഫിൽ വന്നതാണ്? എന്റെ ഫ്രണ്ടിന്റെ. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, നല്ലായിരുന്നു. നല്ല ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. ഇപ്പൊ ഏതാ കോഴ്സ് എടുത്തത്? ഞാൻ CG എടുത്തിട്ടുണ്ട്, GN എടുത്തിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി ഇറങ്ങാൻ വേണ്ടി പോകുന്നുള്ളത്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. കായംകുളം. കോയിറ്റിൽ 1 വർഷമാണ്. 4 വർഷം. എങ്ങനെയാണ് ഈ ഡ്രീം സ്റ്റീൽ ജോയിൻ ചെയ്തത്? എന്റെ ഫ്രണ്ട് വഴി. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ. ഏത് കോഴ്സ് എടുത്തത്? GN ആൻഡ് കെയർ ഗിവർ. ഹാപ്പി ആയിട്ടില്ലേ? ഇപ്പൊ കോട്ടയം. പേരെന്നാ? നിതിൻ. കോയിറ്റിൽ 1 വർഷമാണ്. ഡ്രീം സ്റ്റീൽ എങ്ങനെ ജോയിൻ ചെയ്തത്? ഫ്രണ്ട്സ് വഴിയാണ്. ഫ്രണ്ട് വഴി. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഏത് കോഴ്സ് എടുത്തത്? കെയർ ഗിവർ. സിസ്റ്റർ പേരെന്താ? കൃഷ്ണപ്രിയ. നാട്ടിലൂടെ? കൊല്ലം. സ്റ്റീൽ എങ്ങനെയാണ് വന്നത്? അത് ഓൺലൈനിൽ കണ്ടിട്ട് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് കാര്യങ്ങളൊക്കെ? നല്ല ക്ലാസ്. ഏത് കോഴ്സ് എടുത്തത്? GN ജനറൽ നഴ്സസ്. പേരെന്താ? എന്റെ പേര് ഷിഫാന ഷാജഹാൻ. നാട്ടിൽ പത്തനംതിട്ട. ഡ്രീം സ്റ്റീൽ എങ്ങനെ എത്തി? ഡ്രീം സ്ട്രീല് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് വഴി കണ്ടത്. എക്സ്പീരിയൻസ് സൂപ്പർ ആയിരുന്നു. ടീച്ചർമാരൊക്കെ ഗുഡ്. ഇപ്പൊ ഇതിപ്പോ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നല്ലേ? അതെ. അപ്പൊ നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി, വെരി ഹാപ്പി. പേരെന്താ? ലിജി. നാട്ടിൽ കോട്ടയം. കോയിറ്റിൽ 1 വർഷമായ? 4 വർഷം. ഡ്രീം സ്റ്റീൽ എങ്ങനെ ജോയിൻ ചെയ്തത്? ഞങ്ങള് ഫേസ്ബുക്കിൽ കണ്ടിട്ട്. എങ്ങനെ എക്സ്പീരിയൻസ്? ഏത് കോഴ്സ് എടുത്തത്? GN. ഇപ്പൊ ഇന്നിപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടി ഇറങ്ങാൻ വേണ്ടി പോകുന്നുള്ളത്. ഹാപ്പി അല്ലേ? അപ്പൊ നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സിസ്റ്റർ പേരെന്താ? നാട്ടില്? പോയിട്ട് 1 വർഷമാ? എങ്ങനെയാണ് ഈ ഡ്രീം സ്റ്റീലിനെ കുറിച്ച് അറിഞ്ഞത്? ഓൺലൈൻ വഴി ജോയിൻ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇറങ്ങാൻ വേണ്ടി പോകുന്നുള്ളത് ഏകദേശം 40 ആൾക്കാരോളമുണ്ട്. അതിൽ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വെച്ചെങ്കിൽ, അപ്പോൾ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലീഗലല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഇറങ്ങാൻ പോകുന്നതിൽ കുറേ ആൾക്കാർ ഇവിടെ കുവൈറ്റിൽ തന്നെ ജോലി നോക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ
യൂറോപ്പിലൊക്കെ പോയിട്ട് കെയർ ഗിവറുടെ ജോലിക്ക് വേണ്ടിയും ഇവിടുന്ന് പഠിച്ചിട്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്കത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു ഗുണം കൂടെ ഉണ്ട്. I will support the standards of caregiving honestly and faithfully as given here today. നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഫേസ്. നമ്മളുടെ ഡ്രീം സ്ട്രീയുടെ ലോഗോയിൽ എന്താ പറയുന്നത് അറിയാമോ? ഡ്രീം സ്ട്രീ വി മേക്ക് ഇറ്റ് ഹാപ്പൻ. ഒരുപാട് ആൾക്കാരുടെ ഡ്രീം ആയിരുന്നു നിങ്ങൾ ഇതേപോലെ ജോലി ചെയ്യുന്ന ഒരു. ആർക്കെങ്കിലും ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വിളിച്ച് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ലീഗലായി തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. താങ്ക് യു.